സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധം തന്നെയാണ് ആരോഗ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുകയാണ്. മതിൽ ചാടിക്കടന്ന് പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് പ്രവർത്തകർ. മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുന്നുണ്ട്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് BJP പ്രവർത്തകരുടെ പ്രതിഷേധം നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം തന്നെ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും SDPIയുടെയും ഉൾപ്പെടെ പ്രതിഷേധം ആരോഗ്യമന്ത്രിക്കെതിരെ തലസ്ഥാനത്ത് ഉണ്ടായിരുന്നു. തലസ്ഥാനത്ത് മാത്രമല്ല, സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പല മേഖലകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന ഒരു സ്ഥിതിഗതികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. നേരത്തെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ നേതാക്കൾ പ്രതികരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ അനാസ്ഥ സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും മന്ത്രിമാരുടെയും ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ നേതാക്കൾ അറിയിച്ചതുമാണ്. പലയിടങ്ങളിൽ നിന്നുള്ള പ്രതിഷേധങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനിസ, വിവിധ പാർട്ടികളുടെ പ്രതിഷേധം ഇന്നിപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഗേറ്റൊക്കെ ചാടിക്കടന്നുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണല്ലേ? അതെ അമൃത, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ഇന്നലെ മുതൽ നടന്ന പ്രതിഷേധത്തെ കണക്കിലെടുത്ത് ഇവിടെ വൻ സുരക്ഷയായിരുന്നു ഒരുക്കിയിരുന്നത്. ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ഗേറ്റിന് മുകളിൽ കയറി ഉള്ള പ്രതിഷേധത്തിൽ പോലീസുമായി ചില ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി പ്രതിഷേധം കനക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. ഇന്നലെ കോട്ടയത്ത് നടന്ന ദുരന്തം, അതിദാരുണമായ അപകടത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിൽ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഗേറ്റിന് മുകളിലേക്ക് കയറി പ്രതിഷേധിച്ചിരുന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അമൃത, വലിയ പ്രതിഷേധം തന്നെയാണ് പലയിടങ്ങളിലും ഉണ്ടാകുന്നത്. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുന്നു. ഞാനിങ്ങനെ വാശി പിടിക്കുന്ന ആളല്ല. ഞാൻ കേറൂല. അമ്മേനെ കോഴി വിളയാടി പോയി ഓടിയെന്നാ. ഞങ്ങൾ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല. ഇവിടെ മാറ്റി ഇവിടെ മാറ്റി എവിടെ പോടി മാറ്റാദ്യം അവിടെ കൊണ്ടുപോകും. വീട്ടിൽ പോയി വിളിക്കാൻ പറ. ഞങ്ങളുടെ വീട്ടുകാരുടെ
സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. പോലീസും പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി, വാക്കേറ്റമുണ്ടായി, വാക്തർക്കങ്ങളുണ്ടായി. ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രതിഷേധക്കാർ. അവരവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. സനീസ, നേരത്തെ പോലീസുമായൊക്കെ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ടായിരുന്നു പ്രതിഷേധക്കാർ. ഇവരെ ബലം പ്രയോഗിച്ച് നീക്കുകയാണോ? അതേ, ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അമൃത. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇവിടെ നടന്നത്. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗേറ്റിന് മുകളിൽ കയറി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും പോലീസുമായി ഉന്തും തള്ളുണ്ടാകുകയുമായിരുന്നു. തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഉന്തും തള്ളിലും ഇവർ പുരുഷ പോലീസ് ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ തങ്ങളെ മർദ്ദിച്ചു എന്നൊക്കെ ആരോപണമുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ സംഘർഷത്തിലേക്ക് ഈ മാർച്ച് കടന്നില്ല. അതിനു മുന്നേ തന്നെ ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു അമൃത. ഇന്നലെയാണ് കഴിഞ്ഞ കുറെ ആഴ്ചകളായി, കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് കേരളത്തിലെ ആരോഗ്യ മേഖല ആടി ഉലയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ ആ മരണത്തെ തുടർന്ന് സംസ്ഥാനത്താകെ പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിൽ വലിയ സുരക്ഷയാണ് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ, അനക്സ് 2-ന് മുന്നിൽ ഉണ്ടാക്കിയിരുന്നത്. ഇവിടെ പോലീസിനെ വിന്യസിപ്പിച്ചിരുന്നു. വലിയ സുരക്ഷയുണ്ടായിരുന്നു. അതിനിടെയാണ് ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി വരുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ നീക്കുകയാണ് അമൃത. ഈ പ്രതിഷേധക്കാർ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നുണ്ടോ സനിസ? ഇല്ല അമൃത, ഇപ്പോഴും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യത്തിൽ പോലും മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്ന ഒരു നിലയിലാണ് ഇവിടെ തുടരുന്നത്. ഇവർ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന മുദ്രാവാക്യത്തിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഈ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും പ്രതിഷേധിക്കുകയാണ് അമൃത. ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കടക്കുകയാണോ ഇപ്പോൾ? സംഘർഷഭരിതം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ചെറിയ രീതിയിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പൂർണ്ണമായും നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. തുടർന്ന് മാർച്ച് ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എങ്കിൽ പോലും ഇവർ പോലീസുമായി തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. തങ്ങളുടെ മാർച്ചിനെ എന്തുകൊണ്ടാണ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്? ഇത്തരം ദുരന്തങ്ങൾ ആരോഗ്യമേഖല ആടി ഉലയുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കുകയല്ലേ ചെയ്യേണ്ടത്? അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ പോലും പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അമൃത. അതെ, ആരോഗ്യമന്ത്രിയുടെ രാജിക്കായുള്ള മുറവിളി തന്നെയാണ് ഉയരുന്നത്. വലിയ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ്. പ്രതിഷേധിക്കുന്ന ആളുകളെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷേ പിരിഞ്ഞു പോകാൻ ഇപ്പോഴും പ്രവർത്തകർ തയ്യാറാകുന്നില്ല. റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്.